ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെൻഡിറ്റ് പ്രയർ. മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി, ദൈവാനുഗ്രഹം നിറയുവാൻ വേണ്ടി, മക്കളുടെ എല്ലാ വഴികളും കൃപയുള്ളതായി തീരുവാൻ വേണ്ടി മാതാപിതാക്കൾ ഒന്നുചേർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയെ നമ്മൾ പങ്കുചേർന്നു. പ്രഭാതത്തിലും രാത്രിയിലും വചനത്തിലൂടെ മക്കളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവസം രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിത വഴികൾ ക്രമപ്പെടുവാനും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പുതിയൊരു വഴിത്താരയിലേക്കും നന്മയുടെ പാതയിലേക്കും മക്കൾ കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നേ ദിനം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 32-ാം വചനം പറയുന്നു, മകനെ ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. മക്കളുടെ ജീവിതത്തിൽ ഉത്സാഹം നിറയുവാൻ മടി ഇന്ന് പലപ്പോഴും മക്കളിലേക്ക് കടന്നു വരുന്ന വലിയൊരു വിപത്താണ് മടി. വേണ്ടവിധം ജോലി ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, കഴിവുണ്ട്, പഠനമുണ്ട്. പക്ഷേ ഈ പറയുന്ന മൊബൈൽ ഫോണിലേക്കൊക്കെ വീണു പോകുന്നു, മൊബൈൽ ഗെയിമുകളിലേക്ക് വീണു പോകുന്നു. സോഷ്യൽ മീഡിയ, റീൽസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണത്തിലേക്ക് മക്കൾ വീണു പോകുന്നു. വേറൊന്നിനും താല്പര്യമില്ല, സമയമില്ല, ഒന്നിനും ചെലവഴിക്കാനില്ല. എപ്പോഴും ടി വി ഇല്ല, മൊബൈൽ, കൂട്ടുകെട്ടുകൾ, കറക്കങ്ങൾ, ഇത് മതി, ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട എന്നൊന്നും ചിന്തിക്കുന്ന മക്കൾ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മടി മാറി ഉത്സാഹത്തോടെ നിറയുവാൻ, മനസ്സ് വെച്ച് ഉത്സാഹിച്ചാൽ സമർത്ഥനായി തീരുവാൻ, ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ ദൈവിക കൃപ നിറയട്ടെ. അതുവഴിയായി സ്ഥിരോത്സാഹി വിജയം കൈവരിക്കുമെന്ന ആ കർത്താവിൻ്റെ വാഗ്ദാനം മക്കൾ ഉത്സാഹികളായി എപ്പോഴും നല്ല രീതിയിൽ പഠിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത് എളുപ്പ വഴിയിലൊന്നും നേടാതെ അധ്വാനത്തിലൂടെ നേടുവാൻ കൃപയുണ്ടാകുവാനും അവരുടെ ഉത്സാഹം കൃപയായി തീർന്ന് അധ്വാനഫലം അനുഭവിക്കുവാനും കർത്താവ് ഇടയാകട്ടെ. ആമീൻ. ഈ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ പഠിച്ചും ഉപദേശം തേടിയും അധ്വാനിച്ചും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്താൽ നിറയുന്ന ഞങ്ങളുടെ മക്കൾ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീരട്ടെ. ഉത്സാഹത്തോടെ അധ്വാനിച്ച് ഫലം കൊയ്ത് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.